ഇന്ന് യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ഷെഫ് എന്ന് പറഞ്ഞ ഒരു ജോബ്. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് അവിടെ മെയിൻ ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഷെഫിനെ കിട്ടാനില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്നുള്ള യൂറോപ്പ് പ്രത്യേകിച്ച് ഡിമാൻഡ്, യൂറോപ്പ് എന്നല്ല നോർമലി മിഡിൽ ഈസ്റ്റ് അടക്കം ഡിമാൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇന്ന് വെസ്ബർഗ് ലെവൽ 7 പ്രോഗ്രാം എന്ന് പ്രൊഫഷണൽ ഷെഫിൽ കൊടുക്കും. PG ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ ഷെഫ് അത് ലെവൽ 7 പ്രോഗ്രാമാണ്. 120 ക്രെഡിറ്റ് ഉള്ള ലെവൽ 7 പ്രോഗ്രാം കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇത് കൊടുക്കുന്ന 6 മന്ത് ക്ലാസ്സും 3 മന്ത് ഇന്റേൺഷിപ്പ് അവർ പഠിക്കുന്നത് മാത്രം. മെയിനായിട്ട് ഇത് പ്രാക്ടിക്കലാണ് അവർക്ക് കിട്ടുക. അതിന് പുറമെ തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർക്ക് ഇന്റർനാഷണൽ കരിയർ എടുക്കാൻ പറ്റുന്നില്ല. നോർമലി ഇവിടെയൊക്കെ പഠിക്കുന്ന ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കണം എന്നാണ് ഒരു PG ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ പഠിപ്പിച്ചിട്ട് അവരൊരു ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ കൊടുക്കും. ഈ ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് അവർക്ക് ഇത് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് യൂറോപ്പിലാണ്. അതേപോലെ UK, ഓസ്ട്രേലിയ, കാനഡ. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വരുന്നത് 8 to 10 ലാഖാണ് സാലറി, ആവറേജ് സാലറി വരുന്നത്. അതുപോലെ UK വരുന്ന മിനിമം സാലറി എന്ന് പറഞ്ഞാൽ 5 ലാഖാണ്. അതുപോലെ യൂറോപ്പിലൊക്കെ വരുന്ന 5 ലാഖ് 6 ലാഖാണ് ആവറേജ് സാലറി വരുന്നത്. അത് മിഡിൽ ഈസ്റ്റിൽ വരുമ്പോഴും ഇത് ഹൈ പാക്കേജാണ്. മിനിമം ഒരു നല്ലൊരു ഷെഫിന് നല്ല 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷമൊക്കെ വരും. അതാണ് എല്ലാ രാജ്യത്തും ഇപ്പോൾ അതിൻ്റെ പാക്കേജ് ഉള്ളത്. പക്ഷേ നമ്മളെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഷെഫിന് എന്തുകൊണ്ട് ഇത് കിട്ടണില്ല എന്ന പ്രശ്നം വെച്ചാൽ അവർക്ക് ഒരു നോർമൽ ക്വാളിഫിക്കേഷൻ ഉള്ളൂ. അതായത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു UK ബേസ്ഡ് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. UK ബേസ്ഡ് ക്വാളിഫിക്കേഷൻ ആയാലും പോരാ, അതിനുള്ള ഒരു ക്രെഡിറ്റ്, അത് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ലെവൽസുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ള അതാണ് നമ്മൾ വെസ്ബർഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അതിന് പുറമെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിഷസും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, പ്രാക്ടിക്കലി കൊടുക്കുന്നുണ്ട്. നോർമലി ഒരു 100+ ഡിഷസ് ആണ് നമ്മൾ ഇവിടെ പ്രാക്ടിക്കലി പഠിപ്പിക്കണം എന്നുള്ളത് ഈ ക്വാളിഫിക്കേഷൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് 100%. അതും ഒരു യൂറോപ്പിലേക്ക് വേണ്ട കോണ്ടിനെന്റൽ ഈ ഒരു ടൈപ്പ് ഡിഷസ് വരെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റഡ് ആയിട്ട് കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ട് അവർ പാസ്സാക്കി കൊടുക്കുന്ന രീതിയാണ് അവർ പോണത്. എന്നാലും പ്രാക്ടിക്കലി അവർ ചെയ്താൽ മാത്രമാണ് അത് പാസ്സാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇവരെ പഠിപ്പിച്ചെടുത്തുകൊണ്ടാണ് ഇവർക്ക് ഡിമാൻഡ് എടുക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഷെഫിന് അല്ലെങ്കിൽ ഈ കുളിനറി ടൈപ്പ് ഓഫ് കോഴ്സിന് ഇന്ന് കേരളത്തിൽ വേറൊരു കോഴ്സില്ല. ഇത് നമ്മൾ വെസ്ബർഗിൻ്റെ ഈ PG ഡിപ്ലോമ ലെവൽസാണ് വെല്ലാൻ പറ്റിയ വേറൊരു കോഴ്സില്ല. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം നോക്കണമെന്നാണ് ഈ ലെവൽ 7 പ്രോഗ്രാം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് മാച്ചാണ്. കാരണം BHM കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റും, ഡിപ്ലോമ നോർമൽ കുളിനറി ചെയ്തവർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈവൺ ഒരു +2 ഉള്ള ഒരു സ്റ്റുഡൻറ്റിന് വേണമെങ്കിലും ഇത് ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ്. സാധാരണ നമ്മളെ നാട്ടിൽ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ കുളിനറി ഷെഫിന്റെ കോഴ്സ് പഠിക്കുന്ന ആളും വെസ്ബർഗിൽ പഠിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒന്നവർക്ക് ക്വാളിഫിക്കേഷൻ വെച്ചാൽ വെരി ഹൈ ക്വാളിഫിക്കേഷൻ ഇന്റർനാഷണൽ. രണ്ടാമത്തവർക്ക് ഇന്റർനാഷണൽ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡിലാണ് ഇങ്ങനത്തെ ഒരു ഷെഫുകൾക്ക്, ഹൈ പാക്കേജുമാണ്. അപ്പോൾ അവർക്ക് നമ്മളെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള എൻട്രി ഈസി ആയിരിക്കും, പെട്ടെന്ന് എൻട്രി ആവാനും അതേപോലെ തന്നെ ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവർക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനൊക്കെ. കാരണം എന്താ വെച്ചാൽ ഒന്ന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, രണ്ടാമത്തത് 100+ ഇന്റർനാഷണൽ ഡിഷസ് ആണ് ഇവർക്ക് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ. അത് മാൻഡേറ്ററി ആണല്ലോ, മാൻഡേറ്ററി ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു 9 മാസം ഡ്യൂറേഷനിൽ ഇത്രയും കവർ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഒരു +2 കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടീനേക്കാൾ അപ്പുറത്തേക്ക് ഇവർക്ക് ആ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല.